السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. وقد قال نبينا محمد صلى الله عليه وسلم: من فاتته صلاة العصر فكأنما أوتر أهله وماله. يعيبون الزمان وليس فيه معايب غير أهل الزمان. ഏറെ ബഹുമാനവും ആദരവും അതിലേറെ സ്നേഹവും നിറഞ്ഞ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നാം കടന്നു ചെല്ലുന്നത്. ഈ ഒരു സമയത്ത് മനുഷ്യന്റെ ആയുസ്സിനെ കാലം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു എന്നൊരു മനുഷ്യർ മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല എന്നതാണ് വസ്തുത. ഈ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ 114 സൂറത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചു. അല്ലേ? അതിൽ അല്ലാഹു വളരെ ചുരുക്ക രീതിയിൽ അവതരിപ്പിച്ച 3 സൂറത്തുകളുണ്ട്. സൂറത്തുൽ കൗസർ, സൂറത്തുൽ അസ്ർ, സൂറത്തുൽ നസ്ർ എന്നീ 3 സൂറത്തുകൾ. ഈ 3 സൂറത്തുകൾ ചുരുക്കം 3 ആയത്തുകൾ കൊണ്ട് മാത്രം അവതരിപ്പിച്ചതാണ് അല്ലാഹു. പക്ഷേ സൂറത്തുൽ അസ്ർ സംബന്ധിച്ചുള്ള ഒരു പഠനമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിൽ ഒരുപാട് വിശദീകരണങ്ങൾ, ഒരുപാട് പണ്ഡിതന്മാരുടെ ആറാകൾ, ഒരുപാട് മുഫസ്സിരീങ്ങളുടെ അവരുടെ വിശദീകരണങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, സൂറത്തുൽ അസ്ർ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിനെ ഇറക്കിയ രീതി ഞാൻ പറഞ്ഞു. ഏതായാലും നുസൂൽ പ്രകാരം ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഇറക്കിയെങ്കിലും ഖുർആനിനെ കോർത്തു വെച്ച രീതി അത് പല രീതിയിലായിട്ടാണ്. എങ്കിലും ഖുർആനിന്റെ നുസൂൽ അടിസ്ഥാനമായി നോക്കുകയാണെങ്കിൽ, മറ്റു രീതിയാണെങ്കിൽ ഖുർആനിൽ സൂറത്തുൽ അസ്ർ അവസാനമായി വരിക. പക്ഷെ ഖുർആനിന്റെ നുസൂൽ പ്രകാരം നോക്കുകയാണ് എങ്കിൽ സൂറത്തുൽ അസ്ർ 13ാമത് ഇറങ്ങിയ സൂറത്താണ്. അഥവാ സൂറത്തുൽ ഇൻശിറാഹ്, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇൻശിറാഹിന് ശേഷവും അതുപോലെ സൂറത്തുൽ ആദിയാത്തിന് മുമ്പും ഇറങ്ങിയ സൂറത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. സൂറത്ത് സംബന്ധമായ മറ്റൊരു ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ അസ്ർ മക്കിയാണോ മദനിയാണോ എന്നതാണ്. ഏതൊരു സൂറത്താണെങ്കിലും അത് മക്കിയാണ് അല്ലെങ്കിൽ മദനിയാണ്. ഇങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട്. അതിലൊന്നാണ് സൂറത്തുൽ അസ്ർ മക്കിയാണോ മദനിയാണോ എന്നത്. സൂറത്തുൽ അസ്ർ മക്കിയാണ് എന്നതിലാണ് ജംഹൂറും ഭൂരിഭാഗം പണ്ഡിതന്മാരും സൂറത്തുൽ അസ്ർ മക്കിയാണ് എന്ന അഭിപ്രായക്കാരാണ്. അഥവാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പ് ഇറങ്ങിയ സൂറത്താണ് എന്നർത്ഥം. ഇനി തഫ്സീറുൽ തഹ്രീർ വ തൻവീർ എന്ന ഗ്രന്ഥത്തിൽ
സൂറത്തുൽ അസ്റുമായി ബന്ധപ്പെട്ട് സൂറത്തിന്റെ അഗ്റാദുകൾ സംസാരിക്കുന്നത് കാണാം. ഈ സൂറത്ത് ഇറങ്ങിയത് എന്തിനൊക്കെ വേണ്ടിയാണ്, ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സംസാരിക്കുന്നത് കാണാം. واستملت على إثبات الخسران الشديد لأهل الشرك ومن كان مثلهم من أهل الكفر بالإسلام بعد أن بلغت دعوته. അഥവാ ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം എത്തിയതിനു ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് പേർ മുശ്രിക്കീങ്ങളായി ജീവിച്ചവരുണ്ട്, അതുപോലെ കാഫിരീങ്ങളായി ജീവിച്ചവരുണ്ട്. അവർക്കൊക്കെയുള്ള ശക്തമായ അവരുടെ പരാജയത്തിന് മേൽ ഊന്നിക്കൊണ്ടുള്ള താക്കീതും, അതുപോലെ തന്നെ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരുപാട് മുസ്ലിമീങ്ങളിൽ തന്നെ ബാത്തിലായ കാര്യങ്ങളുടെ മേൽ ചായുന്നുണ്ട്, അതിന് മേൽ മാത്രം ചായുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കുമുള്ള ശക്തമായ പരാജയത്തിന്റെ മേലുള്ള താക്കീതുമാണ് ഈ സൂറത്തിന്റെ ഒരു ഭാഗം എന്നത്. അതുപോലെ സൂറത്ത് പരാജയം എന്നതിനപ്പുറത്ത് ഒരുപാട് വിജയ സംബന്ധമായിട്ടുള്ള സംസാരവുമുണ്ട്. ഒരുപാട് വിജയ സംസാരങ്ങളും ഖുർആനിലുണ്ട്, വിജയ സ്ഥിരീകരണം ഈ ഖുർആനിലുണ്ട്. ആർക്കാണ്? അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വദ്ദാഈന മിൻഹും ഇലൽ ഹഖ്. ഹഖിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അതുപോലെ സൽസ്വഭാവികളായി അമലുകൾ കൃത്യമായി നിർവഹിച്ച് ജീവിച്ച മുഅ്മിനീങ്ങളായ ജനങ്ങൾ. ഖുർആൻ തന്നെ അത് പറയുന്നുണ്ടല്ലോ, മുഅ്മിനീങ്ങളായ ജനങ്ങൾക്കുള്ള വിജയമാണ് ഈ ഖുർആനിലെ മറ്റൊരു ഭാഗം എന്നത് വഅലാ ഫളീലത്തിൽ സബ്ർ അലാ തസ്കിയത്തിൻ നഫ്സി വദഅവത്തിൽ ഹഖ്. ഒരു മനുഷ്യൻ തന്റെ ശരീരത്തെ തസ്കിയത്ത് ചെയ്തുകൊണ്ട് സബറിലൂടെ തസ്കിയത്ത് ചെയ്യുകയാണ്, തന്റെ ശരീരത്തെ സംസ്കരിക്കുകയാണ്. അങ്ങനെയുള്ള സബറിന്റെ ഫളീലത്ത്, ക്ഷമയുടെ ഒരുപാട് ശ്രേഷ്ഠത സംബന്ധിച്ച് ഈ സൂറത്തിൽ സംസാരിക്കുന്നുണ്ട് എന്ന് തഫ്സീർ തഹ്രീർ വതൻവീറിൽ കാണാം. ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഖുർആനിലൂടെ പറയുകയാണ്. കാന റജുലായ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൽ തഖയാ ലം യഫ്തരിഖാ. പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന രണ്ട് ജനങ്ങൾ അവർ പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, അവർ സംസാരിച്ചു കഴിഞ്ഞാൽ, അവരുടെ വിക്രയങ്ങൾക്ക് ശേഷം അവരൊരിക്കലും പിരിയുകയില്ല. ലം യഫ്തരിഖാ, അവർ പിരിഞ്ഞു പോവുകയില്ല. ഇല്ലാ അലാ അൻ യഖറ അഹദുഹുമാ അലൽ ആഖരി സൂറത്തുൽ അസ്രി ഇലാ ആഖിരിഹാ. ഒരാൾ മറ്റൊരാൾക്ക് സൂറത്തുൽ അസ്ർ ഇങ്ങനെ മുഴുവനായി ഓതി കൊടുക്കുകയാണ്. ഒരാൾ മറ്റൊരാൾക്ക് ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്. അങ്ങനെ ഓതി കൊടുക്കുകയും സുമ്മ യുസല്ലിമു അഹദുഹുമാ അലൽ ആഖർ, ഒരാൾ മറ്റൊരാളുടെ മേൽ സലാം പറഞ്ഞിട്ടുമല്ലാതെ അവർ പിരിഞ്ഞു പോവുകയില്ല എന്ന് ഹദീസിൽ കാണാം. അപ്പൊ ഇതിലൂടെ മറ്റൊരു വിഷയം മനസ്സിലാകുന്നത്, രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളുടെ മേൽ സലാം പറയൽ സുന്നത്താണ്. അതുപോലെ തന്നെ പിരിയുന്ന സമയത്ത് സലാം പറയൽ സുന്നത്താണ് എന്ന് ഇതിന്റെ താഴെ സലാമുൽ ഖുദൂമ് പോലെ തന്നെ പിരിയുന്ന സമയത്തുള്ള സലാം അതും സുന്നത്താണ് എന്നാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ തദബ്ബറ الناس هذه السورة لوسعتهم. ഒരാൾ ഈ സൂറത്തിനെ ചിന്തിക്കുകയാണെങ്കിൽ, മനുഷ്യർ ഈ സൂറത്തിനെ യഥാവിധം ചിന്തിക്കുകയാണെങ്കിൽ ലവസ്യതുഹും, അത് തന്നെ അവർക്ക് മതി എന്നാണ്. സൂറത്ത് വേണ്ട രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ചിന്തയുടെ പ്രാധാന്യം നൽകുന്ന ആയത്തുകൾ നൽകുന്നതായി കാണാം. ലൗ അൻസൽന തുടങ്ങുന്ന സൂറത്ത് തുടങ്ങിയ ആയത്ത് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഇതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉപമകൾ നാം ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടിയാണ് നബിയെ. എന്നിട്ട് അവിടെ
തഫ്സീറുൽ ജലാലീൻ കാണാം ഫയുമിനു. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അവൻ മുഅ്മിനാവും എന്നും. അപ്പോൾ ഒരുപാട് ചിന്തയാണ് ഈ സൂറത്തുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു അത് തന്നെയാണ് പറഞ്ഞത്, ലൗ തദബ്ബറന്നാസു ഹാദിഹി സൂറത ലവസിഅതുഹും. ഇനി വേറെ ഒരാൾ പറഞ്ഞാൽ കാണാം, ഇന്നമാ ശമിലത് ജമീഅ ഉലൂമിൽ ഖുർആൻ. ഈ സൂറത്ത് ഉലൂമുൽ ഖുർആൻ, ജമീഅ ഉലൂമുൽ ഖുർആൻ, ഖുർആനിന്റെ ഉലൂമുകൾ മുഴുവനും ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ അസ്റിന്റെ ചുരുക്കാമുഖം മാത്രമാണ് നാം സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ സൂറത്ത് ഓരോ ആയത്തും വളരെ വിശദീകരിച്ച് പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസിയത്തോടുകൂടി വആഖിറു ദഅവതന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.